SCERT ബേസിക് സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു മോക്ക് ടെസ്റ്റാണിന്ന്. 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പദാർത്ഥ സ്വഭാവം. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും ഡേഷ് എന്ന് വിളിക്കാം. പദാർത്ഥം അഥവാ ദ്രവ്യം അഥവാ മാറ്റർ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും പദാർത്ഥം എന്ന് വിളിക്കാം അഥവാ ദ്രവ്യം. പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ് കണ്ടൻസേറ്റ്. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ് കണ്ടൻസേറ്റ്. ഈ അവസ്ഥകൾ ചോദിക്കാറുണ്ട്. 5ാമത്തെ അവസ്ഥ ഏതാണ്, 6ാമത്തെ അവസ്ഥ ഏതാണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അടുത്തത്, ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ പ്ലാസ്മ. സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഉത്പതനത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? പാറ്റഗുളിക, അയഡിൻ. ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്ന പ്രതിഭാസമാണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ. ഉദാഹരണം ജലം, ഉപ്പ് എന്നിവ. വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. ഉദാഹരണം ഉപ്പുവെള്ളം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ. സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളിലും പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ്. ഉത്പതനം. എന്താണ് ഉത്പതനം? ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്താണ്? ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്ന പ്രതിഭാസമാണ് വ്യാപനം. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആകുന്ന അവസ്ഥയിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സ്വേദനം. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആകുന്ന അവസ്ഥയിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സ്വേദനം. തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും ഏത് പ്രക്രിയ ഉപയോഗിക്കുന്നു? സ്വേദനം. അപ്പോൾ തിളനിലയിൽ വലിയ വ്യത്യാസമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനും ഉപയോഗിക്കുന്നത് സ്വേദനം തന്നെയാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന മാർഗം ഏതാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന മാർഗം സ്വേദനമാണ്. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ആംശിക സ്വേദനമാണ്. അപ്പോൾ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സ്വേദനവും, ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ആംശിക സ്വേദനവുമാണ്. ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ ഏതാണ്? അത് ആംശിക സ്വേദനമാണ്. ക്രൂഡ് ഓയിൽ എന്തിൻ്റെ മിശ്രിതമാണ്? തിളനിലയിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്
ക്രൂഡ് ഓയിൽ. അപ്പോൾ തിളനിലയിൽ അധികം വ്യത്യാസമില്ലാത്ത വസ്തുക്കൾ വേർതിരിക്കാനാണ് ആംശിക സ്വേദനം. ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയവ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ആംശിക സ്വേദനം. ആംശിക സ്വേദനം വഴി വേർതിരിക്കുന്നവ ഏതൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത. ഏതൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗം അറിയപ്പെടുന്നത് സെൻട്രിഫ്യൂഗേഷൻ. കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗം അറിയപ്പെടുന്നത് സെൻട്രിഫ്യൂഗേഷൻ. ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടകങ്ങളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? അത് സെൻട്രിഫ്യൂജാണ്. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം സെൻട്രിഫ്യൂഗേഷൻ. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ക്രൊമാറ്റോഗ്രഫി. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? സ്വേദനം, ആംശിക സ്വേദനം, സെൻട്രിഫ്യൂഗേഷൻ, ക്രൊമാറ്റോഗ്രഫി. സ്വേദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മിശ്രിതത്തിലെ ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവയെ സാധാരണ രീതിയിൽ മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആകുന്ന അവസ്ഥയിൽ അവയെ വേർതിരിക്കാനാണ് ഇത് സ്വേദനം. അതേപോലെ ചെറിയ തിളനിലയിൽ വലിയ വ്യത്യാസമുള്ള ഘടകങ്ങളെ വേർതിരിക്കുന്നതും സ്വേദനമാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കുന്നത് സ്വേദനം വഴിയാണ്. ഇനി തിളനിലയിൽ വലിയ വ്യത്യാസമില്ലാത്ത അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാനാണ് ആംശിക സ്വേദനം. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത എന്നിവ വേർതിരിക്കുന്നത് ആംശിക സ്വേദനം വഴിയാണ്. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എന്താണ് പദാർത്ഥം എന്ന് പഠിച്ചു, പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ ഏതൊക്കെയാണ്, പിന്നെ സൂര്യനിലും നക്ഷത്രങ്ങളിലും പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ഉത്പതനം, വ്യാപനം. ഉത്പതനം എന്താണ്? ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന അവസ്ഥ ഉത്പതനം. ചലന സ്വാതന്ത്ര്യമുള്ള കണകൾ സ്വയമേവ പരസ്പരം കലരുന്ന പ്രതിഭാസം വ്യാപനം. സ്വേദനം എന്താണ്? ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന മാർഗമാണ് സ്വേദനം. ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായ അവസ്ഥയിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം. തിളനിലയിൽ വലിയ വ്യത്യാസമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാനും സ്വേദനം ഉപയോഗിക്കുന്നു. തിളനിലയിൽ അധികം വ്യത്യാസമില്ലാത്ത പദാർത്ഥങ്ങളെ വേർതിരിക്കാനാണ്, തിളനിലയിൽ ചെറിയ വ്യത്യാസമുള്ളവയെങ്കിൽ അവയെ വേർതിരിക്കാനാണ് ആംശിക സ്വേദനം. മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, നാഫ്ത എന്നിവ വേർതിരിക്കുന്നത് ആംശിക സ്വേദനം വഴിയാണ്. കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിത ഘടകങ്ങളെ വേർതിരിക്കുന്ന അവസ്ഥയാണ്
വേർതിരിക്കാനുള്ള മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കുന്നത് സെൻട്രിഫ്യൂഗേഷനാണ്. ഒരേ ലായകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമറ്റോഗ്രഫി. പിന്നെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് വരുന്ന പ്രതിഭാസമാണ് കേശികത്വം. അതേപോലെ അതിശോഷണം എന്താണ്? ഫിൽറ്റർ പേപ്പറിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ കൂടി മുകളിലേക്ക് വരുന്നു. അത് ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് പദാർത്ഥ സ്വഭാവം എന്ന ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.